Hello my dear students, welcome to EduZone the Commerce Platform. EduZone the Commerce Platformയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റേർണൽ ട്രേഡ്, അതായത് ആഭ്യന്തര വ്യാപാരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻറ്റേർണലാണ് അല്ലേ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള അല്ലേ. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ നാഷൻ ആർ കോൾഡ് ഇൻറ്റേർണൽ ട്രേഡ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ, ബൗണ്ടറി, നമുക്ക് ക്രിക്കറ്റിലൊക്കെ അറിയില്ലേ ബൗണ്ടറിക്ക് അതിർത്തിക്ക് ഉള്ളിൽ വെച്ച് നടത്തുന്ന വ്യാപാരം, അതായത് ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ട്രേഡേഴ്സ് തമ്മിൽ നടത്തുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സ് ചെയ്യുന്ന വ്യാപാരത്തെ, ബിസിനസ്സിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ട്രേഡ്. ഇപ്പോൾ എക്സ്റ്റേണൽ എന്തായിരിക്കും? രണ്ട് രാജ്യങ്ങൾ തമ്മിലായിരിക്കും. ഓക്കെ, രണ്ട് രാജ്യത്തായിരിക്കും അവരുടെ കച്ചവടം നടക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇൻറ്റേർണൽ ട്രേഡാണ്, ആഭ്യന്തര വ്യാപാരത്തെക്കുറിച്ചാണ്. ഓക്കെ, ആഭ്യന്തര വ്യാപാരത്തെ അവർ ഇൻറ്റേർണൽ ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടൈപ്സ് ഓർ ഇൻറ്റേർണൽ ട്രേഡ്, ടൈപ്സ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്: ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടം, ദെൻ റീറ്റെയിൽ ചില്ലറ കച്ചവടം. അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ് പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നടത്തുന്ന വ്യാപാരമാണ്. ഈ ഇൻറ്റേർണൽ ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. ഇനി നമുക്ക് ഹോൾസെയിൽ ട്രേഡ് എന്താണെന്ന് പറയാം. ആദ്യം ഹോൾസെയിൽ ട്രേഡ്, മൊത്ത കച്ചവടം. നമുക്കറിയാം അല്ലേ, നമ്മുടെ പരിസരത്തൊക്കെ ഹോൾസെയിൽ ട്രേഡേഴ്സൊക്കെ ഉള്ളതാണ് അല്ലേ. ഹോൾസെയിൽ ട്രേഡ് മീൻസ് ബൈയിങ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെല്ലിങ് ദം ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ് ടു ദി റീറ്റെയിലേഴ്സ്. എന്താ പറഞ്ഞാൽ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത് ബൈയിങ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും ഫ്രം ദി പ്രൊഡ്യൂസേഴ്സിൻ്റെ കൈകളിൽ നിന്ന്, ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന് വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും ആൻഡ് സെല്ലിങ് ദം ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ദി റീറ്റെയിലേഴ്സ്, ചെറുകിട വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ചില്ലറ വ്യാപാരികൾക്ക് കുറഞ്ഞ അളവിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന വ്യാപാരികളാണ് ഹോൾസെയിൽ ട്രേഡ് അല്ലെങ്കിൽ ഹോൾസെയിൽ ട്രേഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ, ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന് വാങ്ങി റീറ്റെയിലേഴ്സ്, ചെറുകിട വ്യാപാരികൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നത് ആരാണ്? ഹോൾസെയിൽ ട്രേഡ് അല്ലേ. ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന് വാങ്ങി റീറ്റെയിലേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഇടയിലും ഉൽപ്പാദകരുടെ ഇടയിലും ഒരു കണ്ണിയായി, ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ഹോൾസെയിലറാണ്. ഓക്കെ, ഇനി നമുക്ക് ഹോൾസെയിലറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോൾസെയിലറുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബൈയിങ് ആൻഡ് അസംബ്ലിങ്. വാങ്ങുക, കൂട്ടിച്ചേർക്കുക, വാങ്ങലുകളും കൂട്ടിച്ചേർക്കലും. അതായത് ദ ഹോൾസെയിലർ ബൈ ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കീപ് ദം ഇൻ എ സെൻട്രൽ പ്ലേസ്. അതായത് ഹോൾസെയിലർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ, അതായത് ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് മാത്രമല്ല അവർ വാങ്ങുന്നത്, പകരം പല പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് കളക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ഹോൾസെയിലർ. ഹോൾസെയിലറുടെ ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് അസംബ്ലിങ്. The wholesaler buy goods from different producers and keep them in a central place. സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് വെയർഹൗസിങ്. എന്താ വെയർഹൗസിങ് എന്ന് പറഞ്ഞാൽ? ഗോഡൗൺ അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചതാണ്. ദ ഗുഡ്സ് ആർ ടു ബി കെപ്റ്റ് ഇൻ ദ വെയർഹൗസസ് ടിൽ ദേ ആർ സോൾഡ് ടു റീറ്റെയിലർ. അതായത് റീറ്റെയിലർക്ക് വിൽക്കുന്നത് വരെ, ചില്ലറ കച്ചവടക്കാർക്ക് വിൽക്കുന്നത് വരെ ഈ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഈ ഒരുപാട് ഐറ്റംസ് എന്ത് ചെയ്യണം? അത് സൂക്ഷിക്കണം. അത് ഗോഡൗണിൽ സൂക്ഷിക്കുന്ന ഒരു ഡ്യൂട്ടി കൂടി വെയർഹൗസർക്കുണ്ട്, അതായത് ഹോൾസെയിലർക്ക് ഉണ്ട്. ഓക്കെ, അതായത് മൊത്ത കച്ചവടക്കാരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് കെപ്റ്റ് ദ ഗുഡ്സ് ഇൻ വെയർഹൗസ്.
അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡിംഗ് ആൻഡ് പാക്കിംഗ് ആണ്. ഗ്രേഡിങ്ങും പാക്കിങ്ങും, അതായത് ഗുഡ്സ് പർച്ചേസ്ഡ് ആർ സോർട്ടഡ് ഔട്ട് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സൈസ്. അതായത് നമ്മൾ ഒരുപാട് പല പ്രൊഡ്യൂസറെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിനെ ഗ്രേഡ് ചെയ്ത് മാറ്റും. ഓക്കെ, ക്വാളിറ്റി സൈസാക്കി മാറ്റുന്നതിന് ഗ്രേഡിങ് എന്നും, ഈ ഗ്രേഡ് ചെയ്തതിനെ വീണ്ടും നമ്മൾ ഓരോന്നും ഫസ്റ്റ് ക്വാളിറ്റി ഒരു പാക്കിൽ, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ വ്യത്യസ്ത പാക്കേജ് ചെയ്യുന്നതും രണ്ടും ഒരു ഹോൾസെയിലറുടെ ഫംഗ്ഷനാണ്. ഗ്രേഡിങ് ആൻഡ് പാക്കിംഗ്, വാങ്ങിയ സാധനങ്ങൾ ഗുണനിലവാരത്തിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുക. ഓക്കെ, ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോൾസെയിലർ ഫിക്സ് ദി പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഹോൾസെയിലറാണ്. ഓക്കെ, ഹോൾസെയിലറാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഹോൾസെയിലർ ഫിക്സ് ദി പ്രൈസ്, മൊത്ത കച്ചവടക്കാരൻ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നു. അത് ഹോൾസെയിലറുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ ഫിഫ്ത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ഹോൾസെയിലർ മൂവ് ദി ഗുഡ്സ് ഫ്രം ദി പ്രൊഡക്ഷൻ സെൻറ്റർ ടു ദി റീറ്റെയിൽ ഷോപ്പ്. അതായത് ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന്, ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റീസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അത് ആർക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്? റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക ത്രൂ ട്രാൻസ്പോർട്ടേഷൻ വഴി. അതും ഹോൾസെയിലറുടെ ഫങ്ഷനാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദ വൺ ഓഫ് ദ അനദർ ഫങ്ഷൻ ഓഫ് ഹോൾസെയിലർ. ഹോൾസെയിലറാണ് സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് ബിയറിംഗ്, അപകട സാധ്യത. They assume risk like change in demand, spoilage, theft during transportation, etc. അതായത് അപകട സാധ്യത എന്ന് പറഞ്ഞത് എന്തെങ്കിലും സാധനം കേട് വരിക, അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു, മോഷണം പോവുക, ഈ സമയത്തൊക്കെ അപകടം വന്നാൽ, നഷ്ടം വന്നാലൊക്കെ അത് ആര് സഹിക്കണം? കാരണം പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വിട്ടു അല്ലേ, ഇപ്പോൾ അത് ഹോൾസെയിലറുടെ കയ്യിലാണ്, മൊത്ത കച്ചവടക്കാരൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുമൂലം എന്ത് നഷ്ടം വന്നാലും ആ നഷ്ടം ആര് സഹിക്കണം? റീറ്റെയിലർ സഹിക്കുമോ? ഇല്ല, അതാ പ്രൊഡ്യൂസറും സഹിക്കില്ല. അപ്പം സ്വന്തമായിട്ട് റിസ്ക് സഹിക്കൽ ഹോൾസെയിലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ സെവൻത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫിനാൻസിങ്, ധനസഹായം. അതായത് ഹോൾസെയിലർ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്യാഷ് ബേസിസ് ഫ്രം മാനുഫാക്ചർ കയ്യിൽ നിന്ന് ക്യാഷിനാണ് പൊതുവെ ഹോൾസെയിലേഴ്സ് സാധനങ്ങൾ വാങ്ങുന്നത്. ബട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിയാലും വിൽക്കുന്നത് എങ്ങനെയായിരിക്കും? അത് ക്രെഡിറ്റ് ബേസിലാണ് സാധാരണ വിൽക്കുക. അതായത് നമ്മളൊരു ഹോൾസെയിലറുടെ നമുക്ക് സപ്ലയർമാരുണ്ടെങ്കിൽ ആ സപ്ലയറെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റെഡി നമ്മൾ കൊടുക്കുന്നില്ല ക്യാഷ്. അത് പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ കടത്തിനാണ് സാധനങ്ങൾ വാങ്ങിയത്. ഓക്കെ, ദെൻ മാർക്കറ്റ് ഇൻഫർമേഷൻ. ഹോൾസെയിലർ കളക്ട് വേരിയസ് മാർക്കറ്റ് ഇൻഫർമേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മാനുഫാക്ചറർ സോ ദാറ്റ് ദേ ചേഞ്ച് ദി പ്രോഡക്റ്റ് അക്കോർഡിംഗ്ലി. അതായത് മാർക്കറ്റിലെ വിവരങ്ങൾ, ഈ പ്രൊഡ്യൂസർക്ക് മാർക്കറ്റിലെ വിവരങ്ങൾ അറിയില്ല, പക്ഷേ റീറ്റെയിലർക്ക് കൊടുക്കുന്നത് കൊണ്ട് മാർക്കറ്റിലെ കറക്റ്റ് വിവരം ആർക്കറിയാൻ പറ്റും? ഹോൾസെയിലർക്ക് അറിയാം. ആ മാർക്കറ്റിലെ ഇൻഫർമേഷൻ പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നത് ഹോൾസെയിലറാണ്. അത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹോൾസെയിലറെ കുറിച്ചിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അടുത്തത് നമുക്ക് എന്ത് പറയാം? റീറ്റെയിലർ ആരാണെന്നും വിവിധ തരം റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണെന്നും നമുക്ക് പറയാം. റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഫ്രം ദി ഹോൾസെയിലർ. ഹോൾസെയിലറെ കയ്യിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു. ആൻഡ് സെല്ലിംഗ് ദം ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അതായത് യഥാർത്ഥ കൺസ്യൂമേഴ്സിന് കുറഞ്ഞ അളവിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ആസ് റീറ്റെയിൽ ട്രേഡ്. ഇവരെ പറയുന്ന പേരാണ് ചില്ലറ വ്യാപാരികൾ എന്ന്. ഓക്കെ, റീറ്റെയിലേഴ്സ് സെർവ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസറുടെ മായിട്ടും കൺസ്യൂമേഴ്സുമായിട്ടും ഒരു കണക്ഷൻ ഉള്ളത് ആർക്കാണ്? റീറ്റെയിൽ ട്രേഡേഴ്സാണ്. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും ചെറിയ അളവിൽ ആത്യന്തിക ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നത് റീറ്റെയിൽ വ്യാപാരം എന്നറിയപ്പെടുന്നു.
മൊത്ത കച്ചവടക്കാരിൽ നിന്ന് വലിയ അളവിൽ സാധനം വാങ്ങി കുറഞ്ഞ അളവിൽ സാധാരണ ജനങ്ങൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന വ്യാപാരമാണ് റീറ്റെയിൽ വ്യാപാരം, ചില്ലറ വ്യാപാരം. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഇവരുടെ വിതരണത്തിൽ നിർമ്മാതാക്കളും ഉപയോക്താക്കളും തമ്മിലുള്ള അവർ നിർമ്മാതാക്കളും ഉപഭോക്താക്കളും തമ്മിലുള്ള ഒരു പ്രധാന കണ്ണിയായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റീറ്റെയിൽ ട്രേഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡ്. വിവിധ തരം റീറ്റെയിൽ ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് പറഞ്ഞു. ഇൻറ്റേർണൽ ട്രേഡിനെ രണ്ടായിട്ട് തരംതിരിച്ചു, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഹോൾസെയിൽ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ റീറ്റെയിൽ ട്രേഡാണ്. ഈ റീറ്റെയിൽ ട്രേഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഇറ്റിനറൻറ്റ് റീറ്റെയിലിംഗ് ആൻഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിംഗ്. ഏതൊക്കെയാണ്? ഇറ്റിനറൻറ്റ് റീറ്റെയിൽ ഷോപ്പ് ആൻഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിംഗ്. നടന്നുകൊണ്ട് കച്ചവടം നടത്തുന്നവരും സ്ഥിരമായിട്ടൊരു സ്ഥാപനം നിർത്തി കച്ചവടം നടത്തുന്നവരുമാണ് ഇറ്റിനറൻറ്റ് റീറ്റെയിലർ ആൻഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ആരാണെന്നും വിവിധ തരം ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണെന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ഇറ്റിനറൻറ്റ് റീറ്റെയിലിംഗ്. ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ് പറഞ്ഞാൽ യാത്രാ ചില്ലറ വ്യാപാരികൾ എന്നും പറയും. അതായത് ദ റീറ്റെയിലേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് പ്ലേസ്. അവർക്കൊരു പ്രത്യേക സ്ഥലം ഉണ്ടാവില്ല ഓഫ് ബിസിനസ്സിനൊരു പ്രത്യേക സ്ഥലം ഉണ്ടാവില്ല. നമ്മൾക്കൊക്കെ ഒരു ബിസിനസ്സിന് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടാവും അല്ലേ. ടു ഓപ്പറേറ്റ് ദം ആർ കോൾഡ് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടൊരു ഷോപ്പ് ഇല്ലാതെ കച്ചവടം നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ്. They have to move from one place to another along with their goods in search of consumer. അതായത് അവരുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ള ഉപഭോക്താക്കളെ തേടി അവർ സാധനങ്ങൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം. അതായത് നമ്മളെന്താ ചെയ്യുക, അതുള്ള ഷോപ്പ് പോയി വാങ്ങും അല്ലേ. പക്ഷേ ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ് പറഞ്ഞത് ഇത് വാങ്ങുന്ന കസ്റ്റമറുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടിയാണ് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അവർ പറയുന്ന പേരാണ് ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സ്. ഇനി ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിനെ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്ലാസിഫൈ ചെയ്യാം. ഈ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ്, ഇൻറ്റേർണൽ റീറ്റെയിലർ ആൻഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഇൻറ്റേർണൽ റീറ്റെയിലേഴ്സിനെ ഇറ്റിനറൻറ്റ് റീറ്റെയിലേഴ്സിനെ നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്. ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ്, അത് പെഡലർമാരും കച്ചവടക്കാരും. അതായത് ദേ ക്യാരി ദി പ്രോഡക്റ്റ് ഓൺ എ ബൈസിക്കിൾ, ഹാൻഡ് കാർട്ട്, എ സൈക്കിൾ റിക്ഷ ഓർ ഓൺ ദെയർ ഹെഡ് ആൻഡ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ടു സെൽ ദെയർ പ്രോഡക്റ്റ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ് ഓഫ് ദി കസ്റ്റമർ. അതായത് തലച്ചുമടായിട്ടോ സൈക്കിളിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോയി, അതായത് ഓരോ കസ്റ്റമറുടെ വീട്ടുപടിക്കലും കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന, നമുക്കറിയാമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, നമ്മളെ പരിസരത്തൊക്കെ അതേമാതിരി രാവിലെ കച്ചവടത്തിന് വരുന്ന ചില ആളുകളുണ്ടാവും അല്ലേ. അങ്ങനെ വീട്ടുപടിക്കൽ ഇപ്പോൾ മീൻ ഇപ്പോൾ കൊണ്ടുവരും ഇതായിട്ട്, അങ്ങനെ അതുപോലെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന അത്തരം കച്ചവടക്കാരെ പറയുന്ന പേരാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ്, തലച്ചുമടുകാർ. ഓക്കെ, പെഡലർ എന്ന് പറഞ്ഞാൽ സൈക്കിളിലൊക്കെ കൊണ്ടുപോകുന്നവർ, ഹോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തലച്ചുമടായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാരികളാണ് ഹോക്കേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് മാർക്കറ്റ് ട്രേഡേഴ്സ്. പേരിൽ തന്നെ ഉണ്ടല്ലോ മാർക്കറ്റ് ട്രേഡേഴ്സ്, മാർക്കറ്റിലെ കച്ചവടക്കാർ. ദേ ആർ ദി സ്മോൾ റീറ്റെയിലർ, അവർ ചെറിയ റീറ്റെയിലറാണ്. who open their shop at different places and sell the goods on fixed days such as every Saturday or Tuesday. Okay, these trader deals in single line of goods such as toys, ready-made garment, crockery, etc. അതായത് വിവിധ സ്ഥലങ്ങളിൽ കടകൾ തുറന്ന് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ, എല്ലാ ശനിയാഴ്ച മാത്രം അല്ലെങ്കിൽ ചൊവ്വാഴ്ച പോലുള്ള നിശ്ചിത ദിവസങ്ങളിൽ മാത്രം സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരെ പറയുന്ന പേരാണ് മാർക്കറ്റ് കച്ചവടം. അതായത് ചില നമ്മൾ പറയില്ല ആഴ്ച ചന്ത എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് കച്ചവടക്കാർക്കാണ്. ഓരോ പ്രത്യേക ദിവസങ്ങളിൽ അവർ ഷോപ്പ് തുറന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും.
ഓക്കെ. മൂന്നാമത്തെ ഒരു റീറ്റെയിൽ ഷോപ്പ് എന്ന് പറയുന്നത് തെരുവ് കച്ചവടക്കാർ. തെരുവിനെന്താ സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ദീസ് ട്രേഡേഴ്സ് ഡിസ്പ്ലേ ദെയർ ആർട്ടിക്കിൾസ് ഓൺ ബിസി സ്ട്രീറ്റ്. എവിടെയാണ് അവരുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേക്ക് വെക്കുന്നത്? ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അത്തരം സ്ഥലങ്ങളിലൊക്കെ അവരുണ്ടാക്കിയ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് വെച്ച് ആളുകളെ കൊണ്ട് വാങ്ങാൻ പ്രേരിപ്പിക്കും. ഇത്തരം ട്രേഡേഴ്സിന് പറയുന്ന പേരാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്, തെരുവ് കച്ചവടക്കാർ. ഓക്കെ. ദേ സെൽ ലോ പ്രൈസ്ഡ് ആർട്ടിക്കിൾസ് ലൈക്ക്, അവർ വിൽപ്പന നടത്തുന്ന വലിയ വിലയുള്ളതൊന്നുമല്ല, ചെറിയ ചെറിയ വിലയുള്ളതാണ്. പെന്ന്, ബുക്ക്, മാഗസിൻ, ഹാൻകർചീഫൊക്കെയാണ് അവർ സാധാരണ വിൽക്കുന്നത്, തെരുവ് കച്ചവടക്കാർ. ഓക്കെ. ദെൻ അടുത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ ചീപ്പ് ജാക്സ് ആണ്. ചീപ്പ് ജാക്സ് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ അല്ല, പല കുട്ടികളും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഉത്സവ പറമ്പുകളിലൊക്കെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ പറയുന്ന പേരാണ് ചീപ്പ് ജാക്സ്. ദേ ആർ സ്മോൾ റീറ്റെയിലേഴ്സ് ഹു ഹാവ് ഇൻഡിപെൻഡൻറ്റ് ഷോപ്പ് ഓഫ് എ ടെമ്പററി നേച്ചർ ഇൻ ബിസിനസ് ലൊക്കാലിറ്റി. അതായത് ഇപ്പോൾ നമുക്കറിയാലോ, ഏത് ഉത്സവ പറമ്പിലൊക്കെ അവിടുത്തെ ഉത്സവം 2 ദിവസമാണെങ്കിൽ 2 ദിവസത്തിനൊരു ഫാൻസി മാതിരി അവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ സമയത്ത് സന്ദർഭത്തിൽ സ്ഥലങ്ങളിലൊക്കെ കച്ചവടം നടത്തുന്ന, അതായത് ബിസി ഏരിയയിൽ ഒക്കെ നടത്തുന്ന കച്ചവടമാണ് ചീപ്പ് ജാക്സ്. ഓക്കെ, തെറ്റിച്ച് പോകരുത്. ഉത്സവ പറമ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ളവർ കച്ചവടം നടത്തുന്നത്. ഉത്സവ പറമ്പിലെ കച്ചവടം നടത്തുന്നവരുടെ പേരാണ് ചീപ്പ് ജാക്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞു? ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിൽ നമ്മൾ മാർക്കറ്റ് ട്രേഡേഴ്സ് പറഞ്ഞു, സ്ട്രീറ്റ് ട്രേഡേഴ്സ്, ചീപ്പ് ജാക്സ്, ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്. ഇപ്പോൾ റീറ്റെയിൽ ട്രേഡ് പറഞ്ഞു, റീറ്റെയിൽ ട്രേഡിൻ്റെ ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സാണ്. സ്ഥിരമായിട്ടൊരു ഷോപ്പുള്ള റീറ്റെയിലേഴ്സിനെ പറയുന്ന പേരാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് ഹു മെയിൻറ്റെയിൻ പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു സെൽ ദെയർ ഗുഡ്സ് ആർ കോൾഡ് ഫിക്സഡ് ഷോപ്പ്. സ്ഥിര ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് തങ്ങളുടെ സാധനം വിൽക്കാൻ സ്ഥിരമായ സ്ഥാപനം നിലനിർത്തുന്ന ചില്ലറ വ്യാപാരികളെ നിശ്ചിത ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയും. ഓക്കെ. അതായത് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടാവും, വാടകയ്ക്കായാലും ഒരു സ്ഥിര ഷോപ്പ് ഉണ്ടാവും, അവിടെ കൃത്യസമയത്ത് തുറന്ന് കൃത്യസമയത്ത് ക്ലോസ് ചെയ്യുന്ന അത്തരം ബിസിനസ് സ്ഥാപനങ്ങളാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. Retailers who maintain permanent establishment to sell their goods are called fixed shop retailers. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൻ്റെ ഫീച്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോളോയിങ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഒന്ന്, ദേ ഹാവ് ഗ്രേറ്റർ റിസോഴ്സസ് ആൻഡ് ഓപ്പറേറ്റ് ഓൺ റിലേറ്റീവ്ലി ലാർജ് സ്കെയിൽ. അവർക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട്, അത് ലാർജ് ക്വാളിറ്റിയിലാണ് അവർ വിൽപ്പന നടത്തുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദേ ഡീൽ ഇൻ ഡ്യൂറബിൾ ആസ് വെൽ ആസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അവർ 2 ഐറ്റംസും അവർ വിൽപ്പന നടത്തും. ദെൻ ദേ പ്രൊവൈഡ് ഗ്രേറ്റർ സർവീസ് ടു ദി കസ്റ്റമേഴ്സ്. അവർ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥിരമുള്ള ഷോപ്പാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമുക്കത് മാറ്റാം. ഓക്കെ. ദേ പ്രൊവൈഡ് ഗ്രേറ്റർ സർവീസ് ടു ദി കസ്റ്റമേഴ്സ് സച്ച് ആസ് ഹോം ഡെലിവറി അവർ കൊടുക്കുന്നുണ്ട്, റിപ്പയർ കൊടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റി. ഇതൊക്കെ കൊടുക്കുന്നത് ഫിക്സഡ് ഷോപ്പേരാണ്, മറ്റ് ഷോപ്പേർക്ക്. ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിന് ഒരിക്കലും ഗ്യാരണ്ടിയോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല. അവരൊരു സമയത്ത് ഒരു ഭാഗത്തു നിന്ന് പിന്നെ അടുത്ത സമയത്തായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഉറപ്പ് എഴുതി വിശ്വാസത്തോടു കൂടി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫിക്സഡ് ഷോപ്പ് ഏരിയ പറഞ്ഞാൽ നന്നായിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റിയും ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഗുഡ്സ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആയിരിക്കും, ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും പ്രോഡക്റ്റ് അവർ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിക്സഡ് ഷോപ്പ് എന്താണെന്ന് ഫീച്ചറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്കിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് നടത്താം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഇൻറ്റേർണൽ ട്രേഡാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ആന്തരിക വ്യാപാരം, അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ വെച്ച് നടത്തുന്ന ബിസിനസ്സാണ് ഇൻറ്റേർണൽ ട്രേഡ്, ആഭ്യന്തര വ്യാപാരം എന്ന് പറയുന്നത്. ഈ ആഭ്യന്തര വ്യാപാരത്തെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ.
ഓക്കെ, ഈ ഹോൾസെയിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ്, ലാർജ് ക്വാണ്ടിറ്റി ഐറ്റംസ് വാങ്ങിയിട്ട് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് റീറ്റെയിലർക്ക് വിൽക്കുന്ന ആളുകളാണ് ഹോൾസെയിലേഴ്സ്. ഓക്കെ, അതിലത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ദെൻ നമ്മൾ പറയുന്നത് റീറ്റെയിൽ ട്രേഡാണ്. റീറ്റെയിലേഴ്സ് പറഞ്ഞാൽ ഈ കുറഞ്ഞ അളവിൽ വാങ്ങിയിട്ട്, അതായത് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ അളവിൽ വാങ്ങിയിട്ട് അത് നേരെ കസ്റ്റമേഴ്സിന് വിൽപ്പന നടത്തുന്ന ബിസിനസ്സുകാരാണ് റീറ്റെയിൽ ട്രേഡ് നടത്തുന്നത്. റീറ്റെയിൽ ട്രേഡിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് ആൻഡ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഇറ്റിനറൻ്റ് ട്രേഡ് പറഞ്ഞാൽ നടന്ന് കച്ചവടം നടത്തുന്നവർ, യാത്രയായ കച്ചവടക്കാർ എന്ന് പറയും. ഓക്കെ, ഈ ഇറ്റിനറൻ്റ് ഫിക്സഡ് ഷോപ്പ് പറഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ആയിട്ടൊരു ഷോപ്പ് ഉണ്ടാവും. ഇന്ന് നമ്മൾ ഒരു കാര്യം കൂടിയും പറഞ്ഞത് ഇറ്റിനറൻ്റ് ട്രേഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ്. ഒന്ന് ഹോക്കേഴ്സ്, തലച്ചുമടേറ്റുന്ന ആളുകൾ, അങ്ങനെ കച്ചവടം തലയിൽ കൊട്ടയോ എന്തെങ്കിലും ആക്കിയിട്ട് അതിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവരാണ് ഹോക്കേഴ്സ്. പെഡ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടിയിൽ സൈക്കിൾ റിക്ഷ ഒക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവർ പെഡ്ലേഴ്സാണ്. പിന്നെ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന മാർക്കറ്റ് ട്രേഡേഴ്സ്. അടുത്തത് സ്ട്രീറ്റ് ട്രേഡേഴ്സ്, അതായത് തെരുവിൽ കച്ചവടം നടത്തുന്നവർ, അതായത് ബിസി ഏരിയയിലൊക്കെ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കച്ചവടം നടത്തുന്നവരാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. തിരക്കുള്ള ഏരിയയിലാണ് അവർ കച്ചവടം നടത്തുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് ചീപ്പ് ജാക്സ്. മൈക്കൽ ജാക്സൺ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ചീപ്പ് ജാക്സ് പറഞ്ഞാൽ അവർ ഉത്സവ പറമ്പുകളിൽ കച്ചവടം നടത്തുന്നവരെ പറയുന്ന പേരാണ് ചീപ്പ് ജാക്സ്. അതായത് ഒരു പ്രത്യേക ഏരിയയിൽ അവർ കച്ചവടം ഇട്ടിട്ട് അത് ആ ഉത്സവം കഴിഞ്ഞാൽ അവിടുന്ന് അവർ പൊടിയും തട്ടി പോവും. പിന്നെ അടുത്ത സ്ഥലത്തെ ഉത്സവത്തിന് അവിടെ പോയിട്ട് പുതിയ ഷോപ്പിടും. അങ്ങനെ നടത്തുന്ന കച്ചവടക്കാരാണ് ചീപ്പ് ജാക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൺക്ലൂഷനാണിത്. എ പിക്ചർ റെപ്രസെൻറ്റ് 1000 വേർഡ്സ് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആരാണെന്നും അതിൻ്റെ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ കുറിച്ചിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.